ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. HSI നാച്ചുറൽ സയൻസിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ വീഡിയോസ് വരുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ മുൻ വർഷങ്ങളിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്, അറിയാലോ, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നോക്കാം. എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് SCERT ടെക്സ്റ്റ് തന്നെയാണോ, NCERT ആണോ, അതിനേക്കാൾ കൂടിയ ലെവലാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോവാണ്. റെഡി? അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്കറിയാം നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ബയോളജി എന്നാണ്, ബോട്ടണി ഭാഗത്തു നിന്നുള്ളതും സുവോളജി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഏതാണ്ട് സുവോളജി ഭാഗമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് എന്നാണ് ഓപ്ഷൻ ഉള്ളത്. മഹാധമനി, ശ്വാസകോശ സിര, വൃക്കാധമനി, ശ്വാസകോശധമനി. ഇതാണ് 4 ഓപ്ഷൻ. ശരിക്കും ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഒരു SCERT ലെവൽ ക്വസ്റ്റ്യൻ തന്നെ. SCERTന്റെ ഒരു 9ാം ക്ലാസ്സിന്റെ ഒക്കെ ലെവലിലേക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. പക്ഷെ ഇതേ കാര്യം നമ്മളൊരു ഹയർ സെക്കൻഡറി ലെവലിലേക്ക് +1 ലെവലിലാണെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. മഹാധമനി നമ്മൾ അയോട്ട എന്ന് പറയാറുണ്ട് അല്ലെ. ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ശുദ്ധരക്തം പുറത്തേക്ക് പോകുന്ന ഏറ്റവും വലിയ ധമനിയാണ് മഹാധമനി അല്ലെങ്കിൽ അയോട്ട. അപ്പൊ എന്തായാലും മഹാധമനിയിൽ കൂടെ ശുദ്ധരക്തം മാത്രമേ പോകുള്ളൂ. അത് അവിടെ ഓർമ്മിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ആൻസർ അല്ല അല്ലെ. ശ്വാസകോശ സിര, ശ്വാസകോശ ധമനി ഈ ഭാഗത്താണ് ആൻസർ കിടക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇവിടെ ഏതാ വരാ? ഇവിടെ ശ്വാസകോശ സിര എന്ന് പറഞ്ഞാൽ, പൊതുവെ സിര എന്ന് പറഞ്ഞാൽ അതിൽ അശുദ്ധ രക്തമാണെങ്കിലും ശ്വാസകോശ സിരയില് ശുദ്ധരക്തമാണുള്ളത് അല്ലെ. റെഡി അല്ലേ? കാരണം ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു കഴിഞ്ഞ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ആളാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് ശ്വാസകോശ സിര. പൊതുവെ സിരകളിൽ അശുദ്ധ രക്തമാണ്, പക്ഷേ ശ്വാസകോശ സിരയിൽ എന്താ? ശുദ്ധരക്തമാണ്. അപ്പൊ ഇതിനെ നേരെ തിരിച്ചിട്ടുള്ള ആൻസർ ആണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലെ. ശ്വാസകോശ ധമനിയാണ് ഇവിടെയുള്ള ആൻസർ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ഈ കൂട്ടത്തിലേത്? ശ്വാസകോശ ധമനി. പക്ഷെ ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് അല്ലെ. എവിടെ എന്താ? വൃക്കാധമനി എന്നാണ്. വൃക്കാധമനി നമുക്ക് കൺഫ്യൂഷൻ ആവാം. വൃക്കാധമനി എന്ന് പേര് വെക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വൃക്കേന്റെ ഉള്ളിലേക്ക് പോകുന്ന രക്തക്കുഴലാണ്, വൃക്കയിലേക്ക് രക്തത്തിനെ കൊടുക്കുന്ന രക്തക്കുഴലാണ് വൃക്കാധമനി എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവും എന്തായാലും ശുദ്ധീകരിക്കാനുള്ള രക്തത്തിനെ അല്ലേ വൃക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇവിടെ കേട്ടേക്കുക. ഇങ്ങനെയുള്ള ചോദ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് ഈ കൺസെപ്റ്റിൽ നമ്മൾ എപ്പോഴും ശുദ്ധരക്തം അശുദ്ധരക്തം ഈ 2 വാക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ശുദ്ധരക്തം അശുദ്ധരക്തം എന്നുള്ള 2 വാക്ക് ഉപയോഗിക്കും. അവിടെ ശുദ്ധം അശുദ്ധം എന്ന് പറയുന്നത് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ശുദ്ധം അശുദ്ധം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മറ്റുള്ള ഇപ്പം വൃക്കയിലേക്ക് പോകുമ്പം യൂറിയ, യൂറിക് ആസിഡ്, മറ്റുള്ള മാലിന്യങ്ങളുണ്ട് അല്ലെ അരിച്ച് ശുദ്ധീകരിക്കാൻ, അതിനെയൊന്നും കൺസിഡർ ചെയ്യാതെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് മാത്രം ആണ് നമ്മൾ അവിടെ നോക്കുക. അപ്പം ശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? ഓക്സിജൻ കൂടുതലുള്ള രക്തമാണ്. ഓക്സിജൻ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവ് ഈ രക്തമാണ്. ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആണ് അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്സിജൻ എന്താണ്? കുറവാണ് അല്ലെ, കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസ് എടുക്കുമ്പോൾ ഇവിടെ ശ്വാസകോശ ധമനി എന്ന് പറഞ്ഞാൽ, ശ്വാസകോശ ധമനി എന്ന് പറയുന്ന ഭാഗം എങ്ങനെയാണ്, എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ടാണ് രക്തം കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. എവിടെ നിന്നാണ്? ഹൃദയത്തിൽ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന അശുദ്ധ രക്തം ഹൃദയത്തിന്റെ വലതുഭാഗത്ത് അറയിൽ വന്നിട്ടാണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഹൃദയത്തിന്റെ വലതുഭാഗത്ത് അശുദ്ധ രക്തമാണ് ഉണ്ടാവുക. ഓർമ്മിച്ച് വെക്കണേ. ഓക്കെ, വലതുഭാഗത്ത് അശുദ്ധ രക്തമാണ്. അതേപോലെ ഇടതുഭാഗത്താണ് ശുദ്ധരക്തം ഉണ്ടാവുക. ഓർത്തു വെച്ചേക്കുക. ഓക്കെ, റെഡി? അപ്പൊ ശുദ്ധം അശുദ്ധം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ വലതുഭാഗത്ത് വന്ന് നിൽക്കുന്ന അശുദ്ധ രക്തം അവസാനം വലതുഭാഗത്തെ വെൻട്രിക്കിളിൽ എത്തുമ്പം അല്ലെ, എന്ന് പറഞ്ഞാൽ എവിടെയാ? റൈറ്റ് വെൻട്രിക്കിളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യാണ്? ശ്വാസകോശത്തിലേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അശുദ്ധ രക്തത്തിന് അവിടെ കൊടുത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്വാസകോശത്തിലേക്ക് രക്തം പോകുന്ന, ഹൃദയത്തിന്റെ വലത് വെൻട്രിക്കിളിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് രക്തത്തിനെ കൊണ്ടുപോകുന്ന ഈ ഭാഗത്തിനെയാണ്, ഈ ധമനിനെയാണ് നമ്മൾ എന്ത് പറയാ? ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. അപ്പൊ ഇവരെടുത്ത് അശുദ്ധ രക്തമാണ് നിലവിലുണ്ടാവുക. എന്നിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി കൊടുക്കുവിടാണ് അല്ലെ. എവിടെയാണ്? ശ്വാസകോശത്തിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ശ്വാസകോശം അത് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ഇടതുഭാഗത്താണ്, ലെഫ്റ്റ് സൈഡിലുള്ള
മുകളിലത്തെ അറയായ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് കൊണ്ടുവരിക. ശുദ്ധീകരിച്ചു കഴിഞ്ഞ ഓക്സിജൻ ഒക്കെ സെറ്റാക്കി എടുത്തത്, അതിന്റെ പേരാണ് ശ്വാസകോശ സിര എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സിജൻ കൂടുതലാണ് ഉണ്ടാവുക. ശ്വാസകോശ ധമനിയിൽ ഓക്സിജൻ കുറവായിരിക്കും. ഓക്സിജൻ കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൻസർ വരുന്നത്. അല്ലെങ്കിൽ പൊതുവെ ഓർത്ത് വെച്ചാൽ മതി, എല്ലാ ധമനി എന്ന് പറയുമ്പോഴും പൊതുവെ ഓക്സിജൻ ഉള്ള ശുദ്ധരക്തം വഹിച്ചു കൊണ്ടുപോകുന്നവരാണ്. അവിടെ ഒരു എക്സെപ്ഷൻ ആണ് വരുന്നത്. ശ്വാസകോശ ധമനി എന്ന് പറയുമ്പോൾ അശുദ്ധ രക്തം വഹിക്കുന്ന ധമനി. അതേപോലെ ശ്വാസകോശ സിര എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധരക്തം വഹിക്കുന്ന സിരയാണ്. നോർമലി സിരകളിൽ ശുദ്ധരക്തമാണ്, പക്ഷേ ശുദ്ധരക്തം വഹിക്കുന്ന ഒരു സിരയുണ്ട്, അതിന്റെ പേരാണ് ശ്വാസകോശ സിര. റെഡി, ക്ലിയർ? വൃക്കാധമനിയുടെ കേസിലുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കിയേക്കുക. വൃക്കാധമനി എന്ന് പറയുമ്പോൾ വൃക്കയിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ആളാണ്. ഓക്കെ, എന്താണ്? വൃക്കയിലേക്ക്, അല്ലെ? വൃക്കയിലേക്ക് രക്തത്തിനെ ശുദ്ധീകരിക്കാനുള്ള രക്തത്തിനെ കൊണ്ടുപോകുന്ന ആളാണ്, വൃക്കയിലേക്ക്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരിക. ശുദ്ധീകരിക്കാനല്ല, അപ്പൊ അശുദ്ധമായിരിക്കുമല്ലോ, അശുദ്ധമായിരിക്കാം, മറ്റുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഓക്സിജന്റെ അളവ് അവിടെ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ അശുദ്ധം ശുദ്ധരക്തം എന്ന് അവിടെ ഉള്ള വാക്ക് അവർക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? അപ്പൊ വൃക്കയിലേക്ക് രക്തത്തിനെ കൊണ്ടുപോകുന്നത് വൃക്കാധമനിയാണ്. വൃക്കയിൽ നിന്ന് മറ്റുള്ള മാലിന്യത്തിനെ കരിച്ച് ശുദ്ധീകരിച്ച ബാക്കി രക്തം പുറത്തേക്ക് വരുന്നത് ഏതിൽ കൂടിയാണെന്നറിയോ? അത് വൃക്കാസിരയാണ്. ഓക്കെ, ഓർമ്മിച്ച് വെച്ചേക്ക് കേട്ടോ. റെഡി? അപ്പൊ ഇവിടെ എന്തായാലും ആൻസർ ശ്വാസകോശ ധമനി എന്നതാണ് ആൻസർ. അപ്പൊ ധമനി ആയാലും സിരയായാലും ലോമികയായാലും എല്ലാവരെയും നമ്മൾ പൊതുവെ രക്തക്കുഴലുകൾ എന്നാണ് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നൈട്രജൻ സൈക്കിള്, കാർബൺ സൈക്കിള്, അല്ലെ, എങ്ങനെയുള്ള കുറെ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, ഇതൊക്കെ നമുക്ക് സിലബസ് അനുസരിച്ച് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ, +1 ലെവലിൽ തന്നെ +2 ലെവലിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. +2 ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാം നമുക്ക് ഇതേപോലുള്ള ഫോസ്ഫറസ് സൈക്കിളും സൾഫർ സൈക്കിള്, അല്ലെ, നൈട്രജൻ സൈക്കിളൊക്കെ +1 +2 അപ്പൊ അവിടെ നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള ഒരു ആൻസറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നൈട്രജൻ സൈക്കിളിൽ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അറിയാം, അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ ആരാ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ, അല്ലെ, ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് വാതകമാണ്? ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജൻ തന്നെയാണ്. അതും എത്രയാണ്? ഒരു 78% നൈട്രജൻ ഉണ്ട്, അല്ലെ. പക്ഷെ ഇത്രയും കൂടുതലുള്ള നൈട്രജന് സസ്യങ്ങൾക്ക് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വലിച്ചെടുക്കാനുള്ള കഴിവില്ല. പക്ഷെ നൈട്രജൻ വളരാൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അന്തരീക്ഷത്തിലുള്ള ഈ നൈട്രജനെ എന്ത് ചെയ്യണം? നൈട്രേറ്റ് പോലെയുള്ള മറ്റു രൂപങ്ങളിലേക്ക് മാറ്റി മണ്ണിലേക്ക് മാറണം, അല്ലെ, മണ്ണിൽ വരണം. എന്നിട്ട് മണ്ണിൽ നിന്ന് വേര് വഴി മാത്രമാണ് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാനുള്ള കഴിവുള്ളൂ. അപ്പൊ അന്തരീക്ഷത്തിലെ നൈട്രജന്റെ കോമ്പൗണ്ടുകളാക്കി മാറ്റുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? നൈട്രജൻ സ്ഥിരീകരണം എന്നൊക്കെ പറയാം. നൈട്രജൻ സ്ഥിരീകരണം എന്ന് പറയും, അല്ലെ, സ്ഥിരീകരണം, നൈട്രജൻ ഫിക്സേഷൻ എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ ക്വസ്റ്റ്യൻ ഈ നൈട്രജന്റെ ഈ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടാത്ത വാക്ക് ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഒന്നും കൂടെ നോക്കാം. ഇവിടെ എന്താ ഉള്ളത്? നൈട്രേറ്റ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, അമോണിയ ഉണ്ട്, അല്ലെ, ഇത്രയും സാധനങ്ങളാണ്. നോക്കാം ഏതൊക്കെയാന്നുള്ളത്. എന്തായാലും ഓപ്ഷൻ സിയിലെ നൈട്രജൻ ചക്രത്തിലെ നൈട്രജൻ ഉണ്ടാവില്ലേ? അന്തരീക്ഷത്തിലെ നൈട്രജൻ വെച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങുക. അതുകൊണ്ട് സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. നൈട്രേറ്റും ഉണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. ഇതാ അന്തരീക്ഷത്തിലെ നൈട്രജൻ. അപ്പൊ നൈട്രജൻ അവിടെ ഉണ്ട്. ഈ നൈട്രജനെ നമുക്ക് ഇങ്ങനെ തന്നെ സസ്യത്തിന് വലിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റു രൂപങ്ങളിലേക്ക് മാറണം. സസ്യത്തിന് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറണം, അല്ലെ. അപ്പോ പല രീതിയിൽ, ജൈവികമായ രീതിയിൽ, ബയോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ചില ബാക്ടീരിയന്റെ ഒക്കെ സഹായത്തോടു കൂടി നൈട്രജനെ എന്താക്കി മാറ്റും? ഇവിടെ നോക്കിയേ, NH3 എന്നാണ് എഴുതിയത്. NH3 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അമോണിയ ആണ്. ഓക്കെ, NH3 അമോണിയ ആണ്. അപ്പൊ അമോണിയ ഓപ്ഷനിൽ ഉണ്ടോ? അമോണിയ എന്ന് പറയുന്നത് ഓപ്ഷനിൽ ഉണ്ടോ? യെസ് ഉണ്ടല്ലോ. അപ്പൊ അമോണിയയിലുള്ള ആളാണ്, മനസ്സിലായില്ല? അപ്പൊ അമോണിയ അല്ല ആൻസർ, നൈട്രജൻ അല്ല, സിയും അല്ല, ഡി അല്ല. ഓക്കെ, അപ്പൊ അമോണിയ ആയിട്ട് മാറുന്നു. അമോണിയ പിന്നെ എന്തായിട്ടാ മാറുന്നത്? കണ്ടില്ലേ, ഇവിടെ ഒരു രീതിയാണ് പറഞ്ഞത്. ഒന്നുകിൽ ചില ബാക്ടീരിയന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ജീവനുള്ള ആൾക്കാരുടെ സഹായം, അതിനെയാണ് നമ്മൾ ജൈവിക എന്ന് പറയുന്നത്. ബയോളജിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ വ്യാവസായിക സ്ഥിരീകരണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെ. വ്യാവസായികൾ ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള രീതിയിലും പല രീതിയിലൊക്കെ എന്ത് ചെയ്യാണ്? ഇപ്പൊ വ്യവസായശാലകളിൽ നിന്നൊക്കെയുള്ള ഈ ഭയങ്കര ചൂട്, ടെമ്പറേച്ചറിന്റെ ഒക്കെ സഹായത്തോടു കൂടിയൊക്കെ ചിലപ്പം നൈട്രജൻ ഇതേപോലത്തെ രൂപത്തിലേക്ക് മാറാറുണ്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇലക്ട്രിക് ഷോക്കാണ്, വൈദ്യുതി പോലെയാണ് ഉണ്ടാവുന്നത്, അല്ലെ. അപ്പൊ അത്രയും എനർജിയിൽ ഈ നൈട്രജൻ ഈ രൂപത്തിലേക്ക് മാറി വരാറുണ്ട്. അപ്പൊ എന്തായാലും നൈട്രജൻ ഈ രൂപത്തിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ നൈട്രജന്റെ സ്ഥിരീകരണം എന്ന് പറയുന്നത്. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയും. അമോണിയ ആയിട്ട് മാറിയാലും സസ്യത്തിന് വലിച്ചെടുക്കണമെങ്കിൽ വേറൊരു രൂപത്തിലേക്ക് മാറണം. അമോണിയ ആയിട്ട് മണ്ണിൽ എത്തുന്നു, അല്ലെ. ഈ അമോണിയ പിന്നെ എന്തായി മാറുന്നു? NO2 ആയിട്ട് മാറുന്നു, പിന്നെ NO3 ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കൊടുത്തില്ലേ. ഈ NO2 എന്ന് പറയുന്നതിന്റെ പേരെന്താണെന്നറിയോ? നൈട്രൈറ്റ് എന്നാണ് പറയാ. നൈട്രൈറ്റ്. ഓക്കെ, എന്താണ്? നൈട്രൈറ്റ്.
NO3 എന്ന് പറഞ്ഞ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പൊ പേര് ചെറിയൊരു വ്യത്യാസമുള്ള പേരാണ് നൈട്രേറ്റ് എന്നാണ് പറയുക. രണ്ടും വ്യത്യാസമല്ലേ, പറഞ്ഞാൽ വ്യത്യാസമല്ലേ. NO2 ആണ് നൈട്രൈറ്റ്, മറ്റേതേതാ നൈട്രേറ്റ് എന്നാണ്. നമ്മൾ എഴുതുന്ന സമയത്താണെങ്കിൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇങ്ങനെ അല്ലെ, നൈട്രൈറ്റും നൈട്രേറ്റുമാണ്. അപ്പൊ ഇവരെല്ലാവരും ഈ സൈക്കിളിലുള്ള ഭാഗങ്ങളാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവണം. റെഡി, ക്ലിയർ. അപ്പൊ നമ്മൾ ഓപ്ഷൻ അന്തരീക്ഷ നൈട്രജൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, അമോണിയ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, നൈട്രേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഈ സൈക്കിൾ വരുന്നതാണ്. ഇതിലൊന്നും പെടാത്തൊരു ആരാളുള്ള ഇവിടെ ഇപ്പം ഇതിലൊന്നും പെടാത്ത ആരാളെ? ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്. ഓക്കെ, നൈട്രിക് ആസിഡ് എവിടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഇങ്ങനെയുള്ള ആസിഡുകളൊക്കെ സാന്നിധ്യം അല്ലെ, അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണത്തിനൊക്കെ കേസ് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എന്ത് ചെയ്യുന്നു, ആസിഡ് മഴ, അമ്ലമഴ അല്ലെ, ആസിഡ് റെയിൻ ഒക്കെ പഠിക്കുന്നല്ലേ. അപ്പൊ അവിടെ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പൊ എന്തായാലും ഇതിൽ പഠിക്കണ്ട. ഓക്കെ, റെഡി. ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് വരിക. റെഡി, ക്ലിയർ അല്ലേ, കിട്ടിയല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ, നീർക്കെട്ട് ബാധിച്ച കാലുകൾ എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഈ രോഗലക്ഷണം വെച്ചുകൊണ്ട് തന്നെ ചോദിക്കും. ഇതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് ഒന്നാമത്തത് അല്ലെ. ഒന്നാമത്തെ ഈ ലക്ഷണം വെച്ചാൽ തന്നെ, ഈ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ശരീരം മൊത്തം ശോഷിച്ചും വയർ ഉന്തിയും ഇരിക്കും എന്ന് പറയുമ്പോൾ ആ രോഗം അധികം ഒരു ചെറിയ കുഞ്ഞു കുട്ടീന്റെ ഫോട്ടോ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഒരു ചെറിയ കുട്ടി അല്ലെ, വളരുന്ന പ്രായത്തിൽ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടിയില്ല, മാംസ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന രോഗമാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്ന രോഗം വന്നാലുള്ള അവസ്ഥയാണ്, ലക്ഷണങ്ങളിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. വയറും ഇങ്ങനെ ഉന്തിയിരിക്കാൻ, ഒരു നീര് നിറഞ്ഞിട്ട് വയറിങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടാവും. ശരീരം മൊത്തം ശോഷിച്ചിട്ടാണ് ഉണ്ടാവുക. കാരണം വളരുന്ന സമയത്ത് അല്ലെ, ശരീര വളർച്ചയ്ക്കും നിർമ്മിതിക്കും ആവശ്യമായിട്ടുള്ള പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ഓക്കെ, ശരീര നിർമ്മിതി, ബോഡി ബിൽഡിംഗ് അല്ലെ, ശരീര നിർമ്മിതിക്കും അതേപോലെ വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ളതാണ്. വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പോഷക ഘടകം. ഓക്കെ, എന്താണ് പോഷക ഘടകം ഏതാന്ന് ചോദിച്ചാൽ ആൻസർ ആണ് പ്രോട്ടീൻ. പോഷക ഘടകം ഇത് തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പ്രോട്ടീൻ ആണ് ആൻസർ. ഈ പ്രോട്ടീനെയാണ് നമ്മൾ മലയാളത്തിലാക്കിയിട്ട് മാംസ്യം എന്ന് പറയാറ്. പ്രോട്ടീന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന രോഗം ഏതാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഓർമ്മിക്കേണ്ട ഏത് രോഗ? ക്വാഷിയോർക്കർ. ആ രോഗം അധികം കുട്ടികൾ, വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിലാണ് ആ അസുഖം. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കുക. റെഡി, ക്ലിയർ അല്ലേ. മിക്കവാറും നമ്മൾ ഓപ്ഷൻ എ കാണുമ്പോൾ മരാസ്മസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേണമെങ്കിലും വിചാരിക്കാം അല്ലെ. മരാസ്മസ് ആണെങ്കിലും അവിടെയും മരാസ്മസിനെ നമ്മൾ വിശപ്പിന്റെ രോഗം എന്ന് വിളിക്കാറുണ്ട്. വിശപ്പിന്റെ രോഗം. പക്ഷെ ആ രോഗത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ലക്ഷണം എടുത്തു പറഞ്ഞ് പഠിക്കാറില്ല. മരാസ്മസ് ആണെങ്കിലും രോഗത്തിന് പ്രോട്ടീനായിട്ട് ബന്ധമുണ്ട്. ഇത് പ്രോട്ടീന്റെ കേസും പറയാറുണ്ട്. അതേപോലെ ധാന്യകം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ, കാർബോഹൈഡ്രേറ്റ്. അപ്പം പ്രോട്ടീൻ, ധാന്യകം എന്നിവയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഒരു പോഷക അപര്യാപ്തത രോഗം തന്നെയാണ് മരാസ്മസ്. ഇത് പറയുമ്പോൾ പ്രോട്ടീൻ പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ധാന്യകത്തിന്റെയും കൂടെ ചേർത്താണ് പറയാം. അല്ലെങ്കിൽ രണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് കേട്ടോ. ഇതാണെങ്കിൽ പ്രോട്ടീൻ മാത്രമുള്ളതാണ്. ക്വാഷിയോർക്കർ എന്ന് പറയുന്ന സമയത്ത് പ്രോട്ടീൻ ആയിട്ട് മാത്രം ബന്ധമുള്ള രോഗമാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. റെഡി, ക്ലിയർ അല്ലേ. ഇനി റിക്കറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് റിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അപര്യാപ്തത രോഗം തന്നെയാണ്. അപര്യാപ്തത എന്ന് പറയുമ്പോൾ വിറ്റാമിൻ ഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന ഒരു രോഗമാണ്, അത് ഓർമ്മിക്കാം. കണരോഗം എന്ന് നമ്മൾ പറയുന്ന രോഗം തന്നെയാണ് എന്ത്? റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവിടെ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ സിൻഡ്രോം ഏതാ? അത് ജനിതക രോഗമാണ്. ജനിതക തകരാറ് കാരണം ഉണ്ടാകുന്നതാണ്. ഓക്കെ, ജനിതക രോഗത്തിന്റെ കൂട്ടത്തിലാണ് വരിക. നമ്മൾ കേൾക്കുന്നതാണ് ട്രൈസോമി ഓഫ് 21st ക്രോമസോം. 21ാമത്തെ ക്രോമസോമിന്റെ ട്രൈസോമിയാണ്. ട്രൈസോമി കാരണം അതിന്റെ മുകളിൽ ഒരെണ്ണം കൂടിപ്പോന്നാണ്. നമുക്കറിയാം നമ്മൾ 46 ക്രോമസോമില് അവർ എല്ലാവരും ജോഡിയാണ്, 23 ജോഡിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ ജോഡി, രണ്ടാമത്തെ ജോഡി, 3, 4 അങ്ങനെ 23 ജോഡികളായിട്ടാണ് നമ്മൾ 46 ക്രോമസോം കാണുന്നത്. അതിൽ 21ാമത്തെ ക്രോമസോമിൽ 2 എണ്ണമാണ് ഉണ്ടാണ്. ഇതിന് പകരം ഒരെണ്ണം കൂടുകയാണ് അല്ലെ, ഒരെണ്ണം എക്സ്ട്രാ വരുമ്പം അതിനെയാണ് നമ്മൾ ട്രൈസോമി എന്ന് പറയുന്നത്. ട്രൈസോമി 21st ക്രോമസോമിന്റെ ട്രൈസോമിയാണ് ഡൗൺ സിൻഡ്രത്തിന്റെ കാരണം. ഓർമ്മിച്ച് വെച്ചേക്കാം. ഓക്കെ, റെഡി. എന്തായാലും തൽക്കാലം ഇവിടെ ആൻസർ അതല്ല, ഏതാ? ക്വാഷിയോർക്കർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാമിലും നമ്മൾ കേൾക്കുന്നതാണ് വിറ്റാമിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. രക്തം കട്ട പിടിക്കുക. ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ രക്തം സ്വാഭാവികമായി കട്ട പിടിക്കും അല്ലെ. ചെറിയ മുറിവാണെങ്കിലൊക്കെ പെട്ടെന്ന് മുറിവിന്റെ ആഴത്തിനനുസരിച്ച് വ്യത്യാസം വരും, സമയമൊക്കെ വ്യത്യാസം വരും. എന്നാലും രക്തം കട്ട പിടിക്കാൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അവിടെ വിറ്റാമിൻ സഹായിക്കുന്നുണ്ട്, കാൽസ്യം സഹായിക്കുന്നുണ്ട്, പ്ലാസ്മയിലുള്ള പ്രോട്ടീൻ സഹായിക്കുന്നുണ്ട്, രക്തത്തിലുള്ള രക്തകോശം സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും കൂടെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഏത്
ഏത് വിറ്റാമിൻ കട്ട പിടിക്കാന്നാണ്. അപ്പൊ കട്ട പിടിക്കാന്ന് കേട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കട്ടാന്ന് ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. സ്റ്റാർട്ട് ലെറ്റർ എന്താ? കെ ആണ്. സോ ആൻസർ എന്താണ്? കെ ആണ്. വിറ്റാമിൻ കെ ആണ് സഹായിക്കുക. ഓക്കെ, വിറ്റാമിൻ കെ. അപ്പൊ വിറ്റാമിൻ കെന്റെ കുറവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും ഉണ്ടാവുക? രക്തം ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തം കട്ട പിടിക്കൂല, രക്തം കുറെ നേരം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, രക്തം കട്ട പിടിക്കാനുള്ള സമയ ദൈർഘ്യം കൂടി പോവാന്നുള്ളതൊക്കെയാണ് അതിന്റെ ആൻസർ ആയിട്ട് പറയാം. ഓക്കെ, കേൾക്കുമ്പോൾ ഹിമോഫീലിയ എന്നുള്ള ആൻസർ ഒക്കെ ചില ബുക്കിലൊക്കെ കേൾക്കാം. അത് ഹിമോഫീലിയ എന്നങ്ങ് ഡയറക്റ്റ് പറയുന്ന തെറ്റാണ്. ഹിമോഫീലിയ ഒരു ജനിതക രോഗമാണ്. അല്ലാതെ ഇപ്പൊ നമുക്ക് നാളെ ഒരു വിറ്റാമിൻ കെന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഹിമോഫീലിയ ഉണ്ടാവുന്നില്ല, അതൊരു ജനിതക രോഗമാണ്. പക്ഷെ രക്തം കട്ട പിടിക്കുക സിംറ്റം ഒക്കെ കേൾക്കുമ്പോൾ ഒരേപോലെ ഉണ്ടാവും. ഡയറക്റ്റ് ഹിമോഫീലിയ പറയരുത്. വിറ്റാമിൻ കെ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കുന്ന സമയദൈർഘ്യം കൂടും, അത്രയേ ഉള്ളൂ. വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അല്ലെ. കണ്ണിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. അപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഇവിടെ ഓർമ്മിച്ചു വെക്കുക. ഒന്ന് നിശാന്തത എന്ന് പറയുന്ന രോഗം, നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ്. അതേപോലെ കണ്ണിലെ കോർണിയ വരണ്ടു പോകുന്ന സിറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം, ഇതൊക്കെയാണ് വിറ്റാമിൻ എ ആയിട്ട് ബന്ധപ്പെട്ട്, രണ്ടും കണ്ണിന്റെ രോഗമാണ്. വിറ്റാമിൻ ഡി ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നാണ് പറയാ. അപ്പം ഇത് ആവശ്യം എന്താണ്? നമ്മൾ അസ്ഥിക്കൊക്കെയാണ്, എല്ലിനും പല്ലിനൊക്കെയാണ് ആവശ്യം വിറ്റാമിൻ ഡി, പ്രത്യേകിച്ചും അസ്ഥിക്കൊക്കെ. അപ്പൊ അസ്ഥികളൊക്കെ ഇങ്ങനെ കനം കുറഞ്ഞ് വളഞ്ഞു പോകും കുട്ടികളിലൊക്കെ. ഇപ്പം കുട്ടികളൊക്കെ വളരുന്ന പ്രായത്തിൽ വിറ്റാമിൻ ഡി കുറഞ്ഞാലൊക്കെ അവർ അസ്ഥിയൊക്കെ കട്ടി കുറഞ്ഞ് വളഞ്ഞൊക്കെ പോകും. ആ രോഗത്തിനാണ് നമ്മൾ കണരോഗം എന്ന് പറയുന്നത് കേട്ടോ. വിറ്റാമിൻ സി ആണെങ്കിൽ എന്തിനാണ്? നമ്മളെ പല്ലിന്റെ മോണയ്ക്ക് ഒക്കെ ആവശ്യമുള്ള വിറ്റാമിൻ ആണ്. കുറെ ഭാഗങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ പല്ലിന്റെ മോണയ്ക്കൊക്കെ ആവശ്യമാണ്. വിറ്റാമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്കർവി എന്ന് പറയുന്ന ഒരു രോഗം വെച്ചാണ് നമ്മൾ പഠിക്കുക. സ്കർവി, മോണയില് പഴുപ്പ്, മോണയ്ക്ക് പഴുപ്പ്, ബ്ലീഡിങ് ഗം ആണ്. മോണയിൽ നിന്ന് രക്തസ്രാവം, ബ്ലീഡിങ് ഗം, അതാണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പൊ വിറ്റാമിൻ ഏത് വേണമെങ്കിലും ചോദിക്കാം, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ വിറ്റാമിൻ കെയുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളെ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകളുണ്ട്, നമുക്ക് ഉപകാരം ചെയ്യുന്ന ചില ബാക്ടീരിയ. വൻകുടലിന്റെ ആദ്യ ഭാഗത്തിന് സീക്കം എന്ന് പറയാറുണ്ട് അല്ലെ. ആ സീക്കം എന്ന് പറയുന്ന ആ ഒരു പൗച്ച് പോലത്തെ ഭാഗത്തിനുള്ളിൽ വസിക്കുന്ന ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയ നിർമ്മിച്ചു തരുന്ന വിറ്റാമിൻ കൂടിയാണ്. അപ്പൊ ശരീരത്തിൽ ഫുഡിൽ കൂടെ കിട്ടിയില്ലെങ്കിൽ പോലും ബോഡിയിൽ ഈ ബാക്ടീരിയ തന്നെ ഉണ്ടാക്കി തരുന്ന വിറ്റാമിൻ ആണ് ശരിക്കും വിറ്റാമിൻ കെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലാതെ ഫുഡിലുണ്ട്, ഇപ്പം ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെ കുറെ ഫുഡിലൊക്കെ വിറ്റാമിൻ കെ കൂടുതലായിട്ടുണ്ട്. എന്നാൽ പോലും ഇവിടെ നോക്കാം, വിറ്റാമിൻ കെ എവിടെയാണ്? വൻകുടലിലുള്ള ബാക്ടീരിയ നിർമ്മിക്കും. അത് വിറ്റാമിൻ കെ പറഞ്ഞാലും ശരിയാണ്, വിറ്റാമിൻ ബി കോംപ്ലക്സ് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്. അപ്പൊ രണ്ട് വിറ്റാമിൻ വൻകുടലിലെ ബാക്ടീരിയന്റെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള രണ്ട് വിറ്റാമിനെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. വൻകുടലിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിന്റെ ആഗിരണവും വൻകുടൽ തന്നെ ചെയ്യും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ ഫലങ്ങൾ പഴുക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് അല്ലെ, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എത്രയോ പ്രാവശ്യമായിട്ട് മുന്നേ കേൾക്കുന്നതാണ്. ഫ്രൂട്ട് റൈപ്പനിങ് എന്നാണ് ഇംഗ്ലീഷ് പറയുമ്പോൾ. ഫ്രൂട്ട് റൈപ്പനിങ് ആണ് പഴം പഴുക്കാൻ സഹായിക്കുന്നത്, ഫലം പഴുക്കാൻ എന്നാണ് പറയുക അല്ലെ. അതിന് സഹായിക്കുന്ന ഏതാ വരുന്നത്? ഇതിലുള്ള ഒരേ ഒരു ഗ്യാഷ്യസ് ഹോർമോൺ ആണ് അതിന് സഹായിക്കുക. ഗ്യാഷ്യസ്, വാതക രൂപത്തിലുള്ള ഹോർമോൺ ആണ് സഹായിക്കുന്നത്. ആൻസർ എത്തിലിൻ. ഓക്കെ, റെഡി അല്ലേ? എത്തിലിൻ ആണ് ആൻസർ. എത്തിലിനെ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയും ചോദിക്കാം. വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ ആണ്. വാതക രൂപത്തിൽ കാണപ്പെടുന്ന എൻസൈം എന്നല്ല, ഹോർമോൺ ആണ്. ഓക്കെ, ഹോർമോൺ ആണ് ഇത് എത്തിലിൻ എന്ന് പറഞ്ഞാൽ. റെഡി, ക്ലിയർ? ഇത് ഒരു 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, +1 ലെവലിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റിൽ തന്നെ അത്യാവശ്യം ഹോർമോണിനെ പറ്റി കുറെ കാര്യം ഹയർ സെക്കൻഡറി ലെവലിൽ തന്നെ ഒരുപാട് പഠിക്കുന്നുണ്ട്. അതിൽ ഓക്സിൻ എന്ന് പറഞ്ഞാലും സൈറ്റോകിൻ എന്ന് പറഞ്ഞാലും ഗിബറിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്തിലിൻ എന്ന് പറഞ്ഞാലും ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ. ഇനി ഏതാ അടുത്തുള്ളത്? ABA എന്ന് പറയുന്ന നമ്മളെ അബ്സിസിക് ആസിഡ് അല്ലെ, അബ്സിസിക് ആസിഡ് എന്ന് പറയുന്ന ഒരെണ്ണം കൂടിയുണ്ട്. അപ്പം ആകെ നമ്മളൊരു 5ഓളം ഹോർമോണിന്റെ, സസ്യ ഹോർമോണിന്റെ പേര് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാറുണ്ട്. ഓക്കെ, റെഡി? പിന്നെ ഇതിന്റെ തന്നെ വേറെ രൂപങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ബേസ് ആയിട്ട് ഒരു 5 പേര് പഠിക്കും. ഇതൊക്കെയാണ് ഇതിൽ ഫലം പഴുക്കാൻ, ഫ്രൂട്ട് റൈപ്പനിങ്ങിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ വാതക രൂപത്തിൽ കാണപ്പെടുന്ന. ഈ കൂട്ടത്തിൽ ഇയാൾ മാത്രമാണ് വാതക രൂപം, ഗ്യാഷ്യസ് ഫോം കാണപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചാൽ എത്തിലിൻ ആണ് ആൻസർ. ഓക്കെ, ടെക്സ്റ്റിൽ ഇത് ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കില് ഇതിനെപ്പറ്റി കൊടുത്താണ്, +1 ടെക്സ്റ്റ് കൊടുത്തതാണോ എന്ന് വായിച്ചു നോക്കാം. ലളിതമായ ഒരു വാതക ഹോർമോൺ ആണ് എത്തിലിൻ. കണ്ടല്ലോ, ഫസ്റ്റ് സെന്റൻസ് തന്നെ കിട്ടി. വാർദ്ധക്യ കലകളിലും, ഇതൊരു ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഒരു സസ്യത്തിന്റെ ഓൾഡ് ഭാഗം അല്ലെ, കുറെ കാലം കഴിഞ്ഞിട്ടുള്ള ഭാഗം, വാർദ്ധക്യ കലകളിലും പഴുക്കുന്ന ഫലങ്ങളിലുമാണ് എത്തിലിൻ ഉയർന്ന അളവിൽ നിർമ്മിക്കപ്പെടുന്നത്. തൈച്ചെടികളുടെ തിരശ്ചീനമായ വളർച്ച,
ദ്വിബീജപത്ര സസ്യങ്ങളുടെ തൈകളിൽ അക്ഷം വീർക്കൽ എന്ന് വെച്ചാൽ സ്വെല്ലിംഗ് ഓഫ് ആക്സിസ് ആണ്. അഗ്രഭാഗത്ത് കൊളുത്ത് ഹുക്ക് ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു വിത്ത് മുളച്ചിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളായി പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിലൊക്കെ എത്തിലിൻ സഹായിക്കുന്നുണ്ട്. ഈ ഫലം പഴുക്കുന്ന മാത്രമല്ല മറ്റു കാര്യങ്ങളായി പറഞ്ഞത്. അതുപോലെ സസ്യഭാഗങ്ങളുടെ പ്രത്യേകിച്ച് ഇലകൾ, പൂക്കൾ എന്നിവയുടെ വാർദ്ധക്യത്തെയും കൊഴിയലിനെയും ഇത് ത്വരിതപ്പെടുത്താറുണ്ട്. അപ്പൊ പ്രായമായിട്ട് അതെന്ത് ചെയ്യാം, മരത്തിന്റെ മുകളിൽ നിന്ന് എല്ലാം കൊഴിഞ്ഞു പോകും അല്ലെ. ശരിക്കും കൊഴിഞ്ഞു പോകാൻ അബ്സസിക് ആസിഡും സഹായിക്കുന്നുണ്ട്. കൂടുതലായ അളവിലുണ്ടെങ്കിൽ എത്തിലും സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ പറയുമ്പോൾ അബ്സസിക് ആസിഡ് ആൻസർ വരാം. കൊഴിയുന്ന സസ്യഭാഗങ്ങൾ കൊഴിയാൻ അബ്സിഷൻ സഹായിക്കുന്നതെന്ന് പറയുമ്പോൾ അബ്സസിക് ആസിഡ് ആൻസർ ആണ്. പക്ഷെ എത്തിലിനും ആ ധർമ്മം ചെയ്യാറുണ്ട്. ഫലങ്ങൾ പഴുക്കുന്നതിന് ഇതാണ്, ഫലങ്ങൾ പഴുക്കുന്നതിന് എത്തിലിൻ വളരെ ഫലപ്രദമാണ്. ഓക്കെ, അപ്പൊ ഫലങ്ങൾ പഴുക്കുന്ന സമയത്ത് എത്തിലിൻ അവയിലെ ശ്വസനത്തിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഫലത്തിന്റെ ഫ്രൂട്ടിന്റെ ഉള്ളിലുള്ള റെസ്പിറേഷന്റെ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക. അതിലുള്ള കോശങ്ങളിലുള്ള റെസ്പിറേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ശ്വസനത്തിന്റെ നിരക്കിലുണ്ടാവുന്ന വർധനവിനെയാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറയുന്നത്. ഇതും ടെക്സ്റ്റിൽ പറഞ്ഞൊരു വേർഡാണ്. പഴങ്ങൾ പഴുക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഉള്ളില് ശ്വസന നിരക്ക് കൂടുതലായിരിക്കും. അതിലെ കോശത്തില് ശ്വസന നിരക്ക് കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ ആ സമയത്ത് ഉണ്ടാവുന്ന കൂടിയ നിരക്കിനെ പറയുന്ന പേരാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ഓക്കെ, ക്ലൈമാറ്റിക് എന്നാണ് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. പ്രോട്ടീൻ നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ടെർമിനേഷൻ കോഡോൺ അല്ലാത്തത് ഏതാണ്? ടെർമിനേഷൻ കോഡോൺ ഏതാന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ടെർമിനേഷൻ കോഡോൺ അല്ലാത്തത്. എന്തായാലും ഇവിടെ കോഡോൺ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്നതാണ് അല്ലെ, കോഡോൺ എന്ന് പറയാറുള്ളത്. കോഡോൺ എഴുതുന്ന സമയത്ത് ഈ ഓപ്ഷൻ കണ്ടാൽ അറിയാം, ഇവിടെയൊക്കെ 3 ആൽഫബറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, UAA അതേപോലെ UGA എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്കറിയാം. അപ്പൊ അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് സ്ഥിരം കേൾക്കുന്നതാണ്. 3 എണ്ണം വെച്ചിട്ടുള്ള കോഡുകളാണ്. ട്രിപ്ലറ്റ് കോഡോൺ എന്നാണ് നമ്മൾ അതുകൊണ്ട് ഇവരെ പറയാറ്. ഇങ്ങനെയുള്ള ഈ കോഡോണുകൾ ചേർന്നാണ് അല്ലെ. ഇതിൽ ഓരോ കോഡോണും ഓരോ അമിനോ ആസിഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ അമിനോ ആസിഡുകൾ ചേരുമ്പം അവർ പ്രോട്ടീനുകളായിട്ട് മാറുന്നു എന്നൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഇതിലുള്ള ഇത് ഓരോരുത്തരും ഓരോ അമിനോ ആസിഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊരു പ്രോട്ടീൻ സിന്തസിസ് പഠിക്കുമ്പം റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക അല്ലെ. അപ്പൊ ഇവിടുത്തെ യു എന്ന് പറഞ്ഞപ്പോൾ യുറാസിൽ, അതേപോലെ ജി ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ഓരോന്നിന്റെ പേരൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, ആൽഫബറ്റിന്റെ പേരൊക്കെ. അപ്പൊ എന്തായാലും പ്രോട്ടീൻ സിന്തസിസ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടം അത് സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഏത് കോഡോൺ ആണ് എന്നാണ് ചോദിച്ചത്. പ്രോട്ടീൻ നിർമ്മാണം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രക്രിയയാണ് പ്രോട്ടീൻ സിന്തസിസ് അല്ലെ, മാംസ സംശ്ലേഷണം. അപ്പൊ അവിടെ തുടങ്ങാൻ ഒരു കോഡോൺ ഉണ്ട്. പിന്നെ ഇങ്ങനെ പ്രോട്ടീൻ ഓരോ അമിനോ ആസിഡിനെ ചേർത്ത് അവസാനം ഇത് നിൽക്കണം. ആ സ്റ്റോപ്പ് ചെയ്യാൻ ആ സമയത്ത് വേണ്ട കോഡോൺ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ടെർമിനേഷൻ കോഡോൺ എന്ന് പറയാം. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മിച്ച് വെക്കാറുണ്ട്, ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കാറാണ്. ഇതെങ്ങനെ വയ്ക്കുക, നമ്മളിത് വായിക്കുമ്പോൾ ഉവ എന്ന് വായിക്കുക. എന്താണ്? UAA ഉവ അല്ലെ. പിന്നെ എന്താണ്? ഉവാഗ്, UAG വരുമ്പം ഉവാഗ് വെറുതെ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ ഉവ എന്ന് ആലോചിച്ച് വെക്കുക. ഉവാഗ്. പിന്നെ എന്താ ഉള്ളത്? ഉഗ. അപ്പൊ ഇത് ജസ്റ്റ് മുന്നേ എങ്ങനെ കേട്ട് ഓർത്ത് വെക്കുക. വേണ്ടവരിട്ട് അറിയുന്നവർ കുഴപ്പമൊന്നുമില്ല, അറിയാത്തവരാണെങ്കിൽ ഉവാഗ്, ഉഗ, ഈ 3 വാക്ക്. ഇനി 3 വാക്ക് ഓർക്കാൻ വേറെ കോഡ് വേണ്ടി വരും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് 3ആണ് ഏത്? ടെർമിനേഷൻ കോഡോൺ എന്ന് പറയുന്നത്. ടെർമിനേഷൻ. ഓക്കെ, ടെർമിനേഷൻ കോഡോൺ. ടെർമിനേഷൻ സ്റ്റോപ്പ് അല്ലെ, സ്റ്റോപ്പ് കോഡോൺ എന്ന് അതുകൊണ്ട് ഇവരെ നമ്മൾ പറയാറുണ്ട്. പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന സ്വിച്ച് ഓഫ് ബട്ടൺ ആണ് ഇവർ 3 ആൾ. ഇതുണ്ടെങ്കിൽ പരിപാടി നിൽക്കും. ഇതിലെ 3 ആളും കൂടെ വേണ്ട ഏതെങ്കിലും ഒരു കോഡോൺ വന്നാൽ മതി. അപ്പം പ്രോട്ടീൻ സിന്തസിസ് പരിപാടി സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പം ഇവരല്ലാത്ത വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതിൽ പെടാത്ത ആണെങ്കിലും ഉണ്ടോ? CGA എന്ന് കാണാം അല്ലെ. ഇതാണ് ഈ കൂട്ടത്തില് പെടാത്തത്. ഓക്കെ, ഇതും നമ്മളെ ഹയർ സെക്കൻഡറി ലെവൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഈ കോഡോൺ എന്ന് പറയുന്നതിന് മലയാളത്തിൽ ഉപയോഗിച്ച വേർഡാണ് ഇവിടെ കാണാം. ജനിതക സജ്ഞകൾ എന്നാണ് കൊടുത്തത്. ഓക്കെ, ട്രിപ്ലറ്റ് ആണ്. 3 എണ്ണം ചേർന്നിട്ടല്ലേ UAG എന്ന് പറയുമ്പോൾ 3 ആൽഫബറ്റ് വന്നിട്ടുണ്ട് അല്ലെ, 3 കാര്യങ്ങൾ ചേർന്നിട്ടാ. അതുകൊണ്ട് ഇവരെ ത്രിബേസികങ്ങളാണ് എന്നാണ് പറയുക. ഓരോന്നും U എന്ന് പറഞ്ഞാലും A എന്ന് പറഞ്ഞാലും G എന്ന് പറഞ്ഞാലും C പറഞ്ഞാലൊക്കെ അത് ഓരോന്നും ഓരോ നൈട്രജൻ ബേസുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള 3 നൈട്രജൻ ബേസ് ചേർന്നുമ്പോഴാണ് ഒരു കോഡോൺ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഓരോ കോഡോണുകളും ത്രിബേസികങ്ങളാണ്. എന്താണ്? ജനിതക സജ്ഞകൾ എന്നാണ്, ജനറ്റിക് കോഡ് എന്ന് പറയുന്നതിന്റെ മലയാളം. ട്രിപ്ലറ്റ് ആണ് എന്ന് പറയുന്നതിന് പകരമാണ് ത്രിബേസികങ്ങളാണ് എന്ന് കൊടുത്തത്. അങ്ങനെ ആകെ 64 കോഡോണുകളാണ് ഉള്ളത് എന്ന് ഓർമ്മിക്കുക. നമ്മളിപ്പോ ഇവിടെ 3 എണ്ണത്തിനെയല്ലേ സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് കണ്ടത്. അപ്പൊ 64-ന് 3 പോയില്ലേ. അപ്പൊ ബാക്കിയുള്ള 61, ഓക്കെ, എന്താണ്? 61 എണ്ണം ഓരോ അമിനോ ആസിഡുകളെ സജ്ഞീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ 61 ആൾക്കാരും 61 ടൈപ്പ് അമിനോ ആസിഡിനെ ഇങ്ങനെ കോഡ് ചെയ്യുക ചെയ്യുന്നത്. നമ്മളൊരു കോഡിന് ഒരു അർത്ഥം ഉണ്ടാവില്ലേ, അതേപോലെ ഓരോന്നിനും ഓരോ കോഡിന്. അങ്ങനെ 61ഓളം കോഡുകൾക്ക് കറക്റ്റ് ഓരോ അമിനോ ആസിഡ് ഉണ്ട്. ആ പേര് വന്നാൽ ഒരു അമിനോ ആസിഡ് അവിടെ വരും.
ലാസ്റ്റ് നമ്മൾ പഠിച്ച 3 ആൾക്കാര് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമുള്ളതാണ്. അവരെ നമ്പർ വരുമ്പോൾ പരിപാടി സ്റ്റോപ്പ് ചെയ്യും. അവർ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നുമില്ല. ഓക്കെ, റെഡി? എന്നാൽ ഈ 3 എണ്ണം ഒരു അമിനോ ആസിഡിനെയും സജ്ഞീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനെയും കോഡ് ചെയ്യുന്നില്ല എന്നാണ്. അവർക്ക് അനുസരിച്ച് ഒരു അമിനോ ആസിഡ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെയാണ് ഇവരെ നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോപ്പ് കോഡോൺ, അല്ലെങ്കിൽ നേരത്തെ കണ്ടതുപോലെ ടെർമിനേഷൻ കോഡോൺ, ഓർ വേറൊരു മലയാളത്തിൽ വാക്കാണ് വിരാമസഞ്ജകൾ. നമ്മൾ എഴുതി കഴിഞ്ഞാൽ വിരാമം അല്ലെ, സ്റ്റോപ്പ് ഇടില്ല, ഫുൾ സ്റ്റോപ്പ് ഇടില്ല, അതേപോലെ വിരാമസഞ്ജകൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ എന്നാണ് പറയാ. ദേ ആർ ഉവാഗ്, ഉഗ, ഉവ അല്ലെ എന്നിവയാണുള്ളത്. അതേപോലെ ജസ്റ്റ് എക്സ്ട്രാ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കും. എന്തായാലും ഇത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ സിന്തസിസിന്റെ പരിപാടി. ഇപ്പൊ നമ്മളൊരു മാല കോർക്കാന്ന് വിചാരിച്ചു, കുറെ മുത്ത് വെച്ചിട്ട് മാല ഇങ്ങനെ കോർക്കാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു മുത്ത് ഇടും അല്ലെ, ഒരെണ്ണം കോർത്ത് വെക്കും. അതാണ് തുടക്കം. അതേപോലെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ കുറെ അമിനോ ആസിഡിനെ ഇങ്ങനെ പെപ്റ്റൈഡ് ബോണ്ടിന്റെ മുകളിൽ ഇങ്ങനെ കോർത്തെടുക്കുന്ന പരിപാടിയാണ് ശരിക്കും പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇതൊരു അമിനോ ആസിഡ്, ഇതൊരെണ്ണം അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരാള് രണ്ടാമത്തെ ആൾ വന്നാൽ അയാളെ ഇങ്ങനെ കണക്ട് ചെയ്യും. ഇതിങ്ങനെ കണക്ട് ചെയ്ത് നീണ്ട ചങ്ങല പോലെ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, ഇതിനെ ഫുൾ ആയിട്ടാണ് നമ്മൾ എന്ത് പറയാ, പ്രോട്ടീൻ എന്ന് പറയാം അല്ലെ, മാംസ്യം. ഇതില് ഓരോന്നും എന്താണ്, അമിനോ ആസിഡ് ആണ്. ഇതൊക്കെ അമിനോ ആസിഡ് ആണ്. എന്ന് എഴുതിയ അമിനോ ആസിഡ്. ഇതിന്റെ ഇടയിൽ, ഈ മാലേന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഒരു റോപ്പ് വെച്ചിട്ട് ഇടുന്നതാണ്, ഒരു സ്ട്രിങ് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, അതൊരു ബോണ്ടാണ്. ഇവിടെ പറയുമ്പോൾ ഒരു ബോണ്ടാണ്, പെപ്റ്റൈഡ് ബോണ്ടാണ്. അമിനോ ആസിഡുകളെ പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നീണ്ട ചങ്ങലയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇതിന്റെ ആദ്യം തന്നെ കോർത്ത മുത്ത് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ എവിടെയാണ് തുടക്കം എന്ന് വിചാരിക്കാം, ഇതാണ് ആദ്യത്തെ മുത്ത് അല്ലെ. അപ്പൊ ഇത് വെച്ചാലാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ അതിന്റെ പിറകെ ഇങ്ങനെ ഇടും. അപ്പൊ എന്തായാലും ഒന്നാമത് വരുന്ന ആളാണ് തുടക്കക്കാരൻ. സ്റ്റാർട്ടിംഗ് കോഡോൺ എന്നാണ് അയാളെ നമ്മൾ പറയുക. ഫസ്റ്റത്തെ ആള് സ്റ്റാർട്ടിംഗ് കോഡോൺ. ഓക്കെ, അപ്പൊ എപ്പോഴും ഏത് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന കേസാണെങ്കിലും ഇപ്പൊ നമ്മൾ എല്ലാ മാലയും ഒരേപോലെയല്ല. അതിലിടുന്ന മുത്തിന്റെ ഷേപ്പ് കളറിനനുസരിച്ച് ഉണ്ടായി വരുമ്പോൾ മാല മാറൂലേ, അതേപോലെ അമിനോ ആസിഡുകൾ മാറുന്നതിനനുസരിച്ചിട്ട് രൂപപ്പെടുന്ന പ്രോട്ടീന്റെ പേരും ഘടനയും കാര്യങ്ങളൊക്കെ മാറും. ഓക്കെ, പക്ഷേ ഏതാണെങ്കിലും ഒന്നാമത്തെ ആള് സെയിം ആയിരിക്കും. ഒന്നാമത്തെ ആൾ എപ്പോഴും എന്താണ്, AUG എന്ന് പറയുന്ന ഒരു കോഡ് വന്നാലാണ് തുടങ്ങുള്ളൂ. ഏത് പ്രോട്ടീൻ സിന്തസിസ് ആയാലും തുടങ്ങുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ മാലേനെ മുത്ത് പോലെ ഒന്നാമത്തെ മുത്ത് അല്ലെ. അപ്പൊ AUG ഏത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്? അപ്പൊ ഏത് അമിനോ ആസിഡ് ആണ് വരിക എന്ന് ചോദിച്ചാൽ മെഥിയോനൈൻ എന്ന് പറയണം. ഇമ്പോർട്ടന്റ് ആണ്. MET എന്ന് ഷോർട്ട് ആയിട്ട് എഴുതും. ഇവിടെ കാണാം മെഥിയോണിൻ. ഓക്കെ, മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കോഡിനെ നമ്മൾ എന്താ പറയുന്നത്, ഇത് തുടക്കക്കാരനായതുകൊണ്ട് ആരംഭ സംജ്ഞ അല്ലെങ്കിൽ ഇനീഷിയേഷൻ കോഡോൺ എന്നാണ് പറയാ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ അത് മാത്രം എടുത്ത് പഠിച്ചു വെച്ചാൽ മതി. AUG ആണ് എന്ത്, ആരംഭം അല്ലെ, ആരംഭ സംജ്ഞയാണ് AUG. ഏതിനെയാണ് കോഡ് ചെയ്യുന്നത്, മെഥിയോനൈൻ ആണ്. മെഥിയോനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് എന്ത് ചെയ്യുന്നത്, അത് കോഡ് ചെയ്യുന്നത്. ടെർമിനേഷൻ 3 ആള് തുടക്കക്കാരൻ. ഇടയിൽ മാറി പലരും വേണമെങ്കിലും വരാം. അതിനനുസരിച്ച് പ്രോട്ടീൻ മാറും. നമ്മളെ മാല പല രീതിയാകുന്ന പോലെ മാറും. റെഡി, ക്ലിയർ? അത്യാവശ്യം കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ജസ്റ്റ് നോക്കാം. കോശ വിഭജനത്തിൽ DNA ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടം ഏതാണ് എന്നാണ്. മുൻപേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കോശ വിഭജനത്തിൽ DNA ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടം. കോശ വിഭജനവും അതിൽ സെൽ സൈക്കിൾ അല്ലെ, കോശ ചക്രം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ +1 ലെവലിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പൊ ഇവിടെ ഈ ഘട്ടത്തില് എവിടെയാണ് DNA ഇരട്ടിക്കൽ നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. DNA ഡ്യൂപ്ലിക്കേഷൻ, ഇരട്ടിക്കൽ നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഘട്ടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലൊരു ചിത്രമൊക്കെ മനസ്സിലേക്ക് അപ്പൊ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും കടന്നു വരും. ഇത് അറിയുന്ന ആൾക്കാർക്ക് ഈ ഒരു ഘട്ടമാണ്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം, G1 എന്നാ പറയുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിന്റെ പേരെന്താ, G1 അല്ലെ. G1 ആണ് ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിന്റെ പേര് S എന്നാണ് കൊടുത്തത്, അതാണ് സെക്കൻഡ് ഘട്ടം. മൂന്നാമത്തെ ഘട്ടമാണ് G2, തേർഡ് ഘട്ടം. ഓക്കെ, അപ്പൊ ഇത്രയും സമയത്ത് ഒരു കോശം എന്ത് ചെയ്യാണ്, പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എന്ത് പരിപാടിയാ, ആ കോശം വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഇപ്പൊ നമ്മൾ HS എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്നു അല്ലെ, അതേപോലെ ഇപ്പൊ തയ്യാറെടുക്കുന്ന ഘട്ടമാണ്. ഒരുപാട് കാലം തയ്യാറെടുപ്പിനല്ലേ, പോയിട്ട് പരീക്ഷ എഴുതാൻ ചെറിയൊരു സമയം പോരെ അല്ലെ, ചെറിയ സമയം കൊണ്ട് എക്സാം എഴുതി കഴിയും. അതേപോലെ വിഭജിക്കാൻ ഉള്ള ഘട്ടമാണ് M ഘട്ടം, മൈറ്റോസിസ് ഘട്ടം എന്ന് പറയുന്നത്. വിഭജിക്കാൻ ചെറിയ സമയം, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മതി. പക്ഷെ തയ്യാറെടുക്കാൻ നമ്മൾ കാലങ്ങളോട് എടുക്കും അല്ലെ, മാസങ്ങളോട് എടുക്കും. അതേപോലെ ഇത്രയും സമയം കൊണ്ട് ഒരു കോശം വിഭജനത്തിന് തയ്യാറെടുത്ത് അവസാനം ചെറിയൊരു സമയം കൊണ്ട് വിഭജിക്കും. അപ്പൊ ഇത് ഫുള്ളായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽ സൈക്കിൾ, കോശചക്രം എന്ന് പറയുന്നത്. ഒന്നാം ഘട്ടം G1 ആണ്, രണ്ടാം ഘട്ടത്തിന് S എന്ന് പറയുന്നു,
അല്ലെ. അപ്പൊ സിന്തസിസ് എന്നാണ് പറയാ, സിന്തസിസ് ഘട്ടം. ചിലതിൽ സിന്തറ്റിക് എന്നൊക്കെ കൊടുത്ത് കാണാറുണ്ട്, എന്നാൽ അർത്ഥം വെച്ച് പറയുമ്പോൾ നമ്മൾ സിന്തസിസ് എന്നുള്ളതിന്റെ ഒരു എസ് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, രൂപീകരണം നടക്കുന്ന ഘട്ടമാണ്. G2 എന്ന് പറഞ്ഞാലും അതാണ്. ഓക്കെ, ഏതാണ് G1 G2 G1 S G2, ഇതാണ് 3 ഘട്ടം. ഇതിൽ DNA സിന്തസിസ് നടക്കുന്ന ഘട്ടം എന്ന് വയ്ക്കുമ്പോൾ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വേർഡ് തന്നെ ആലോചിച്ചാൽ മതി. ഏതാ വരിക? അപ്പം S ആണ് വരിക അല്ലെ, S ഘട്ടത്തിലാണ് വരിക. അപ്പൊ സിന്തറ്റിക് ഘട്ടം അല്ലെ സിന്തസിസ് ഘട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ടെക്സ്റ്റിൽ കാണാറുണ്ടെങ്കിൽ പോലും ഇവിടെ ഓപ്ഷനിൽ കൊടുത്തത് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വേർഡാണ്. ഒരു മേ ബി ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. സിനാറ്റിക് ഘട്ടം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, സിനാറ്റിക് ഘട്ടം ആ രീതിയിലാണ് ഓപ്ഷൻ വന്നത്. ഇനി അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ പോലും എന്തായാലും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഘട്ടം G1 എന്തായാലും അല്ല, G2 അല്ല, മൈറ്റോട്ടിക് ഘട്ടം അല്ല, അത് വിഭജനം നടക്കുന്ന ഘട്ടമാണ്. അപ്പൊ ഇവരെ 2 ഘട്ടത്തിൽ ഇവരെന്താ ചെയ്യുക? ഒരു സെല്ല് ആദ്യം അതിന്റെ വളർച്ച നടക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ. ഉപാപചയ പ്രവർത്തനമൊക്കെ നടത്തി വളരുന്നു, സെല്ല് വളരും. ഇവിടെ എത്തുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് DNA സിന്തസിസ്. പിന്നെ കുറച്ചും കൂടെ ബാക്കി വളർച്ച കണ്ടിന്യൂസ് ആയി നടന്ന് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി അവസാനം വിഭജിക്കുന്ന ഘട്ടമാണ് M ഘട്ടം എന്ന് പറയുന്നത്. M ഘട്ടം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ സിന്തസിസ് ഘട്ടം. ഇവിടെ കൊടുത്തത് സിനാറ്റിക് ഘട്ടം എന്നതാണ്. സിന്തസിസ് ഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആൻസറിലേക്ക് സെലക്ട് ചെയ്ത് വരാം. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് 3 ഘട്ടം. G1 S സിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് നിർമ്മാണ ഘട്ടം എന്ന് മലയാളമാക്കി പറയാം. G2 എന്ന് പറയാം. അപ്പൊ Gന്റെ ഒക്കെ ഫുൾ ഫോം ഗ്യാപ്പ് എന്നാണ്, ഗ്യാപ്പ് 1. G2 എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് 2, അങ്ങനെയാണ് പറയാം കേട്ടോ. റെഡി അല്ലേ? ഇവിടെ ഉണ്ട് അതാ ഈ ഘട്ടത്തില് G1 എന്ന് പറയുന്ന ഘട്ടത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ? കോശങ്ങൾ സജീവമായി ഉപാപചയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കോശ വളർച്ച സംഭവിക്കുന്ന ഘട്ടമാണ്. പക്ഷെ DNA ഇരട്ടിക്കുന്നില്ല. നിർമ്മാണ ഘട്ടമായ S ഘട്ടത്തിലാണ് DNA ഉൽപാദനവും ഇരട്ടിക്കലും നടക്കുന്നത്. റെഡി, ക്ലിയർ? അപ്പൊ S ഘട്ടമാണെന്ത് ആൻസർ ആയിട്ട് വരിക. പിന്നെ G2ലും ആ വളർച്ച G1 ചെയ്ത അതേ പ്രോസസ്സ് G2ലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത് തുടർന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം M ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വിഭജിക്കുന്നതായിട്ടും കാണാം. അതേപോലെ ഇവിടെ കൊടുത്തതൊന്ന് ശ്രദ്ധിക്കുക. ഒരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിന്തസിസ് DNAന്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2 കിലോ ഉണ്ടെങ്കിൽ 4 കിലോ ആക്കി മാറ്റുക അല്ലെ, അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരിക്കലും ക്രോമസോം സംഖ്യ ഡബിൾ ആവുന്നൊന്നുമില്ല. അത് പ്രത്യേകം ഇവിടെ പറയുന്നതായിട്ട് കാണാം. 2n ക്രോമസോമുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ G ഘട്ടത്തിന് ശേഷവും ക്രോമസോമുകളുടെ എണ്ണം 2n തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ക്രോമസോം സംഖ്യ ജീവന്റെ ഇരട്ടിയാവുന്നു എന്ന് പറയുമ്പോൾ ക്രോമസോം സംഖ്യ അല്ല ഇരട്ടിയാവുന്നത്. പക്ഷെ നിലവിലുള്ള DNA എണ്ണമാണ്, തൂക്കമാണ്, അല്ലെങ്കിൽ അളവാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. ഓക്കെ, ഇവിടെ കാണാം. S ഘട്ടത്തിന് മുൻപ് കോശത്തിന്റെ DNA അളവ് ഒരു 2Cക്ക് പകരം 2 കിലോ എന്ന് ആലോചിച്ചു അല്ലെ, 2 ഗ്രാം ആണെന്ന് വിചാരിക്കാം. അതെന്ത് ചെയ്യാണ്? ആ ഘട്ടം കഴിയുമ്പോൾ അത് ഡബിൾ ആയിട്ട് 4 ഗ്രാം ആയി മാറിയിട്ടുണ്ട് അല്ലെ, 4C 4C ആയി മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും N എന്ന് പറയുമ്പോൾ ക്രോമസോം സംഖ്യനെ യോജിപ്പിക്കാനല്ലേ. 2n ആണെങ്കിൽ 2n തന്നെയായിരിക്കും. ക്രോമസോം നമ്പറിൽ ചേഞ്ച് ഇല്ലാതെ ഇതിന്റെ അളവ് കൂട്ടുന്ന പ്രക്രിയയാണ് S ഘട്ടത്തിൽ നടക്കുക. അതിനെയാണ് നമ്മൾ സിന്തസിസ് ഘട്ടം എന്നൊക്കെ പേരിട്ട് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇതേപോലെ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇനിയുള്ള വീഡിയോസിൽ ഇങ്ങനെ ഓരോന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പരിചയപ്പെട്ടു പോവാം. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി കാണും. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതേപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയുള്ള അങ്ങോട്ട് പരിചയപ്പെടാം. അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ സെഷൻ യൂസ്ഫുൾ ആണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു.